സമയം 9 മണിയാണ്. ഞാൻ ബേലൂർ ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആകാശമൊക്കെ മൂടി കെട്ടിയ പോലെയാണ്. നല്ല തണവുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. ഇതാണ് ബേലൂർ ബസ് സ്റ്റാൻഡ്. KSRTCയുടെ. അവിടെ ഒരു പ്രതിമ നിൽക്കുന്നുണ്ട്, ആരുടെയെന്നറിയില്ല. സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ്, ഹലേബിയുടെ സർക്കിൾ. ആ വഴിക്ക് അങ്ങനെ പോയാലാണ് നമ്മുടെ ചെന്നകേശവ അമ്പലമുള്ളത്. ബേലൂർ ടൗൺ മുനിസിപ്പൽ ഓഫീസാണ് കാണുന്നത്. അതിൻ്റെ മുന്നിൽ തന്നെ മഹാദേവൻ്റെ ഒരു പ്രതിമ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുനിസിപ്പൽ ഓഫീസിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോവുകയാണേ. അവിടെ ഒരു ശിവൻ്റെ പ്രതിമ ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ഇവിടെ അമ്പലം ഉണ്ട് കേട്ടോ. നല്ല തണവെന്ന് പറഞ്ഞാൽ നല്ല തണവ് കേട്ടോ. അയ്യോ, ഞാനാണെങ്കിൽ സ്വെറ്റർ എടുക്കാനും മറന്നു. എനിക്കാണെങ്കിൽ മറ്റേ ചെവി മൂടുന്ന ടൈപ്പുള്ള തൊപ്പിയില്ല, അതും മേടിക്കണം. കൈയൊക്കെ മരവിച്ചു തുടങ്ങി നല്ല തണുത്തിട്ട്. ഇവിടുത്തെ ഈ ചെന്നകേശവ ക്ഷേത്രം ഉണ്ടല്ലോ, യുനെസ്കോ അംഗീകരിച്ച കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റേ ടൂറിസ്റ്റ് പാക്കേജ് കേട്ട് കേരളത്തിൻ്റെ പുറത്തുള്ള അമ്പലത്തേക്ക് തീർത്ഥയാത്ര കൊണ്ടുപോകുന്നില്ലേ, അങ്ങനെയും വരുന്നുണ്ട്. കുറേ പേര് വരുന്നുണ്ട്. ഇതൊരു ജംഗ്ഷനാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കുറേ കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. വാ, ഇതൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇവിടെ ഗോൾഡ് ലോണൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡ് ലോൺ, മാക്സ് വാല്യൂ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ്, ബേലൂർ ബ്രാഞ്ച്. രാവിലെ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു. മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അന്ന സാമ്പാറിന് ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി വരുന്നു വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ അന്ന സാമ്പാർ. ചോറുണ്ട്, കറികളുണ്ട്, പപ്പടം കുഞ്ഞതാണ്, പിന്നെ ഇതെന്താണ്, കേബേജ്, പിന്നെ മോരാണ്. ഇത് കഴിക്കണ്ട, അത് കഴിച്ചാൽ പണി കിട്ടും. ഹസനിലെ ജില്ലാ കോടതിയാണ്. ഹസൻ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്, നമ്മുടെ തൃശ്ശൂർക്കും കോട്ടയം കാലിക്കറ്റ് അവിടേക്കൊക്കെ ഇവിടുന്ന് ബസ്സുണ്ട്. അങ്ങനെ ഇവിടുന്ന് നേരെ തൃശ്ശൂർക്ക് ബസ് ഉണ്ടെങ്കിൽ ഇതിൽ കയറിയിരുന്നാൽ മതിയായിരുന്നു. വെറുതെ എത്ര ഞായറാഴ്ച പോയി. എറണാകുളം തൃശ്ശൂർക്ക് പോകുന്ന ബസ്സാണ് നിൽക്കുന്നത്. ഇവിടുന്ന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കൊക്കെ ബസ് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ് ശനിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച ഇങ്ങോട്ട് വരായിരുന്നു. നരസിപ്പുര എന്ന് പറഞ്ഞുള്ളതാണ്. ഞാൻ ഇവിടുന്ന് ഹസനിലേക്കാണ് പോകുന്നത്. ഈ ഡ്രൈവറുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വണ്ടി ഹസനിലേക്കാണോ പോകുന്നതുണ്ട്. അപ്പോൾ ആൾ പറയണേ തിരുമലാപ്പുറാന്ന്. സംഭവം ആൾ പറ്റിച്ചാണ്. ശരിക്കും ഹസനിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഞാൻ വേറെ ആൾക്കാരുടെ അടുത്തും ചോദിച്ചു നോക്കി. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരാളുടെ അടുത്തല്ല, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം ഈ ബസ് എവിടേക്കാണോ പോകുന്നത് എന്ന് കൺഫേം ചെയ്തിട്ടാണ് കയറാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പറ്റിക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഹസനിലാണ്. സമയം ഇപ്പോൾ രാവിലെ 6:30. ഇപ്പോൾ കുറച്ച് പുലർക്കാല കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. ചായ കുടിക്കണം. നല്ല തണവാണ് ഇവിടെ, ഒന്നും പറയണ്ട. കടകളൊന്നും തുറന്നിട്ടില്ല. വണ്ടികൾ, ഓട്ടോറിക്ഷകൾ രാവിലത്തെ ഓട്ടത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇവിടെ ചായക്കട തുറന്നിട്ടുണ്ട്, കുടിക്കാം. സമയം 7:30. ഹസൻ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇത് സിറ്റി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. പിന്നീട് അവിടുന്ന് ഞാൻ ഇന്ന് പോകുന്നത് എവിടെ, നല്ല അടിപൊളി സ്ഥലമാണ്, ഹോളി നരസിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നല്ലൊരു അടിപൊളി സ്ഥലമൊക്കെയാണ് കേട്ടോ. അവിടെ ഒരു ബസ് എടുക്കുന്നുണ്ട്, സെൻട്രൽ സ്റ്റാൻഡിലേക്കുള്ള തോന്നുന്നു. അത് പച്ച ബസ്. രാവിലെ അവിടെ പത്രം ഇടുന്ന ചേട്ടന്മാരൊക്കെ വന്നിട്ട് പത്രം ശരിയാക്കുന്നുണ്ട് കേട്ടോ. പത്രം വിൽക്കുന്നതാണോ എന്നറിയില്ല.
രാവിലെ വണ്ടിക്ക് പണി കിട്ടി. വണ്ടി സെൽഫി എടുക്കണമെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്ന് അറിയില്ല. ആ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹസലിൽ നിന്ന് മൈസൂരിലേക്കുള്ള ബസ്സിലാണ് പോകുന്നത്. അവിടുന്ന് ഹോളി നരസിപുരം എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങും. നോ വർക്കിംഗ്. ഇനി ബസ് മാറി കയറേണ്ടി വരുള്ളൂ, അല്ലെങ്കിൽ തന്നെ സമയം പോയിട്ടായിരിക്കണം. ദൈവമേ, കയ്യിലിരിപ്പായ വണ്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമല്ലയ്യ പണി പാടി. ഇതാണ് നമ്മുടെ ബസ് ഉണ്ടായിരുന്നത്. ആ ബസ് പോകുന്നില്ല, കംപ്ലൈൻറ്റ്, സ്റ്റാർട്ടിങ് പ്രോബ്ലം. അപ്പോൾ രണ്ടാമത്തെ ബസ്സിൽ കയറി ഇവിടെ നിന്ന് പോവാണ്. ഏകദേശം ഒരു 2 ആഴ്ച ഞാൻ ഈ റൂമിൽ താമസിക്കുന്നു. അപ്പോൾ ഒന്ന് റൂം ഒഴിയാണ്. അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും. ഹസനോട് വിട പറയാണ്. ഇനി നേരെ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ഇതാണ് ഇത്രയും നാളെ ഞാൻ താമസിച്ച റൂം. ഒരു കുഞ്ഞ റൂം, കൊള്ളാം, അടിപൊളി. ദിവസം 700 രൂപയാണ് ഇതിന് വാടക. 700 രൂപയ്ക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ടി വി വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെയായിട്ട് ടി വിയിൽ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി ബാംഗ്ലൂർ ചെന്നിട്ട് കാണാം. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഹസലിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ചിരന്ത് ലോഡ്ജ്, ഞാൻ ഇത്രയും നാളും താമസിച്ച ലോഡ്ജ്. അങ്ങനെ ഹസലിൽ നിന്ന് പോവാണ്. എല്ലാവരും എന്താ പറയാ, ഹാപ്പി ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിലാണ്. ഓക്കെ, ഇതിവിടുത്തെ സിറ്റി ബസ് സ്റ്റാൻഡാണ്. ഞാൻ ഇവിടെ നിന്നാണ് അരകലകുണ്ട്, ബേലൂര്, അരകലകുണ്ട്, ബേലൂര്, പിന്നെ ഇപ്പോൾ പോയിട്ടുള്ള നരസിപുര, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ബസ് കയറി പോയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് എൻ്റെ എല്ലാ ദിവസത്തെ യാത്ര, രാവിലത്തെ യാത്ര തുടങ്ങുന്നത്. ഈ ഓട്ടോക്കാരനെ ഞാൻ ആദ്യം ഇതിൽ കയറിയപ്പോൾ എത്ര ചോദിച്ചു പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞു 60 എന്ന്. ഞാൻ ഡെയിലി ഓട്ടോയിൽ പോകാറുള്ളതാണ്, 50 രൂപ കൊടുക്കാറുള്ളത്. എന്നിട്ടാണ് ആൾ പറഞ്ഞത് 60 എന്ന്. അതായത് സംഭവം ആദ്യത്തെ നേരത്തെ ആ ചേട്ടനെ കുറച്ചൊരു രീതിയിലൊക്കെ സംസാരിച്ചെങ്കിലും കുഴപ്പമില്ല. അവസാനം പിടിക്കും ഞാൻ ആളതിനായിട്ട് കമ്പനിയായി. ആൾ പറഞ്ഞു ഈ നേരത്തെ വയനാട്ടിലേക്ക് ബസ് ഉണ്ടെന്ന്. ഞാൻ മലയാളത്തിൽ സംസാരിക്കണൊക്കെ ആൾ കേട്ടേ. അപ്പോൾ ആൾ പറയണം വയനാട്ടിലേക്ക് ബസ് ഉണ്ട് ഇപ്പോൾ. അത് വയനാട്ടിലേക്ക് മീൻസ് ഇവിടുന്ന് കോഴിക്കോട് വരെയുള്ള ബസ്സാണ്. അപ്പോൾ ആ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് നമുക്ക് കേരളത്തിൽ കോഴിക്കോട് എത്താം. പിന്നെ കോഴിക്കോട് നിന്ന് ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് പോലെ വേണ്ടോ. പക്ഷെ എൻ്റെ റൂട്ട് ഇങ്ങനെയല്ല. എനിക്ക് ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്കാണ് പോകേണ്ടത്. ബാംഗ്ലൂരിലെത്തിയിട്ട് ഇനി അവിടെ നിന്ന് ഒരു ആഴ്ചയും കൂടി 1.5 ആഴ്ചയും കൂടി അവിടെ നിന്നതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ബാംഗ്ലൂർക്ക് ഇപ്പോൾ ബസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജില്ലാ കോടതികൾ എന്നൊക്കെ പറയില്ല, അതുപോലെ ഹസൻ്റെ ജില്ലാ കോടതിയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ചുവന്ന കളറിൽ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഹസൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കോടതി സമുച്ചയമുള്ളത്. ഇത് രാത്രിയാണ് ഇങ്ങനെ കാണുന്നത്, പകലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ല. നോക്കൂ, 247 രൂപയാണ് ഹസനിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. ഇത് കർണാടകയുടെ KSRTC ആണ്. ഇതെന്താ അല്ല രാജഹംസമാണോ എന്താണെന്ന് അറിയില്ല, കന്നഡത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഹോട്ടൽ മധുര വെജ്, കർണാടകയുടെ അശ്വമേധ ബസ്സാണിത്. നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ. ഇത് റിസർവ്ഡ് ഒന്നല്ല, റിസർവ് ഇല്ലാതെ യാത്ര ചെയ്യാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്.
റാപ്പിഡോയിൽ വന്ന ആ ഓട്ടോറിക്ഷ ഉണ്ടാ പോണം. ആ ചേട്ടൻ നല്ല രീതിയിൽ നല്ല സ്പീഡിൽ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞ ചേട്ടൻ പറഞ്ഞു വെച്ചു ഇനി റൂമിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ ലാൽബാഗിൻ്റെ സൗത്ത് ഗേറ്റിൻ്റെ അവിടെയാണ് എൻ്റെ റൂമുള്ളത്. അങ്ങനെ 2 തോളിൽ ബാഗായിട്ട് ഞാൻ ലാൽബാഗിൻ്റെ മുറ്റത്ത് നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ അമ്പലം കാണുന്നത്. ആഹാ, പൂക്കളൊക്കെ വാടിയിട്ടില്ലല്ലോ. അതേപോലെ തന്നെ വിജനമായ തെരുവ്. എൻ്റെ റൂം അവിടെ ആ ബിൽഡിങ്ങിലാണ്. ഇത് രാവിലത്തെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ കളം. ആഹാ, രാവിലത്തേകൾ ഇപ്പം തന്നെ വരച്ച് വെച്ചിരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, അടിപൊളി. അതെന്താ ഇവിടെ വല്ല ആഘോഷം ഉണ്ടെന്ന് തോന്നുന്നു.